അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ വിഷുവിനെ കുറിച്ചിട്ട്. അപ്പോൾ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് തന്നെ വാട്സപ്പിലും മെസ്സഞ്ചറിലും വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അടിച്ചു പൊളിച്ചല്ലോ വിഷു എന്ന്. എന്തടിച്ചു പൊളിക്കാൻ? ഇന്നലെ ഒരു അരമണിക്കൂർ കൊണ്ട് തട്ടിക്കൂട്ടി ഒരു വിഷുവായിരുന്നു ഇന്നലെ കണി വെച്ചതൊക്കെ. അതിൻ്റെ വീഡിയോ ഞാൻ എങ്ങനെ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഉച്ചയ്ക്ക് സദ്യ ഉണ്ടായില്ല. വിഷു സദ്യയിലൂടെ പ്രീ ബുക്കിംഗ് ആയിരുന്നു. അപ്പം ഞാൻ ബുക്ക് ചെയ്തിട്ടില്ല, അതിനാൽ സദ്യയും കഴിച്ചില്ല ഉച്ചയ്ക്ക്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ നേരുന്നു. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ വിഷു തട്ടിക്കൂട്ടിയെന്ന് ഞാൻ കാണിച്ചു തരാം. കുക്കറിനൊന്നിച്ച് ഫ്രീ ആയിട്ട് കിട്ടിയ മെഷറിംഗ് കപ്പാണ്. അതിൽ ചോറ് വെക്കാൻ വാങ്ങിച്ച ഒരു 300 ഗ്രാം അരി അതിൽ നിറച്ച് വെച്ചു. പിന്നെ കറി വെക്കാൻ വാങ്ങിച്ച ഒരു 350 ഗ്രാം ചെറുപയർ കൂടി ഉണ്ടായിരുന്നു. ഇതുവരെ ഹോട്ടൽ ഭക്ഷണം പാർസലായിട്ട് വാങ്ങുമ്പോൾ അതിനൊന്നിച്ച് കറികൾ കുഞ്ഞു കുഞ്ഞു കപ്പുകളിൽ കിട്ടുമായിരുന്നു. അത് ക്ലീൻ ചെയ്തിട്ട് അതിലായിരുന്നു നിറച്ചിരുന്നത് ചെറുപയറും നാട്ടിൽ നിന്ന് ഞാൻ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ കുരുമുളക് അമ്മ പാക്ക് ചെയ്ത് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും ഈ കുഞ്ഞൻ പാത്രത്തിൽ നിറച്ചു വെച്ചു. ഒരുപാട് വാങ്ങി വെച്ചിട്ട് മോശമാണ്ടെന്ന് വെച്ചിട്ട് 2 ആപ്പിളും 2 ഓറഞ്ചും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. UAE വന്നതിന് ശേഷം ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ 6 ദിറംസ് കൊടുത്തിട്ട് ഒരു സ്റ്റീൽ പാത്രം കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെന്തിനാ കുറക്കുന്നത്? ഒരു 3 ദിറംസ് കൊടുത്തിട്ട് ഒരു 6 കാൻഡിൽസും വാങ്ങി, അതിൻ്റെ കൂടെ തന്നെ ഒരു ലൈറ്ററും. ഇവിടെ വന്ന് പെട്ടി തുറക്കുമ്പോഴാണ് മനസ്സിലായത് നാട്ടിൽ നിന്ന് അറിയാതെ തന്നെ പെട്ടിക്കകത്ത് നമ്മുടെ മുണ്ട് കൂടി കയറി കൂടിയിട്ടുണ്ടെന്ന്. ഇന്നലെ ഒരു ടൈം പാസിന് വാങ്ങിച്ച കടലമുട്ടായും പിന്നെ കൃഷ്ണൻ്റെ ഫോട്ടോ കൂടെ തന്നെ ഉള്ളത് കൊണ്ട് നമ്മുടെ വിഷുക്കണിയും വിഷുവൊക്കെ ആഘോഷമായി കഴിഞ്ഞു.